അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വളരെ കുറച്ച് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമുള്ളൂ എന്നുള്ളതാണ്. പണ്ടത്തെ കാലത്തെ അപേക്ഷിച്ച് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് വളരെ കുറവ് കാർബോഹൈഡ്രേറ്റ്സ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഒരു മനുഷ്യന്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. റൈറ്റ് ഫുഡ്, റൈറ്റ് സ്ലീപ്പ്, 6 മുതൽ 8 മണിക്കൂർ വരെ നമ്മൾ ഉറങ്ങേണ്ടത് അത്യാവശ്യമാണ്. റൈറ്റ് റെസ്റ്റ്, നമ്മൾ ഓടി നടന്ന് 12-1 മണിക്കൂർ ഉറങ്ങാതെ നമ്മൾ റൈറ്റ് ടൈമിൽ ഉറങ്ങുക, ആ ശരീരത്തിന് ആവശ്യമുള്ള റെസ്റ്റ് കൊടുക്കുക. അതുപോലെ റൈറ്റ് എക്സർസൈസ്, ഞാൻ പറഞ്ഞതാണ്, കാരണം ശരീരത്തിന് ആവശ്യമുള്ള എക്സർസൈസ് ഇപ്പൊ കിട്ടുന്നില്ല. അപ്പൊ അതുകൊണ്ട് കറക്റ്റ് ആയിട്ടുള്ള നമ്മൾ ഫിസിക്കൽ എക്സർസൈസ് അത്യാവശ്യമാണ് ബോഡിക്ക് കൊടുക്കേണ്ടത്. അതിനൊപ്പം തന്നെ കാർബോഹൈഡ്രേറ്റ് വളരെയധികം കുറച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. അതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പല രോഗങ്ങളും, കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും പ്രഷർ ആയാലും എന്ത് രോഗങ്ങളോ ആയിക്കോട്ടെ, കാർബോഹൈഡ്രേറ്റ്സ് നിങ്ങൾ കുറച്ചെടുക്കുകയാണെങ്കിൽ അത് നമുക്ക് സഹായകരമായി മാറും ഈ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാൻ വേണ്ടി. കാരണം കാർബോഹൈഡ്രേറ്റ്സ് നമ്മുടെ ശരീരത്തിൽ അമിതമായാൽ അത് ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യും. സ്റ്റോർ ചെയ്യുമ്പോൾ എന്താ പറ്റുന്നത്, ജെൻസിനാണെങ്കിൽ അത് വയറിൽ സ്റ്റോർ ചെയ്യപ്പെടുന്നു, ലേഡീസിനാണെങ്കിൽ ബട്ടക്സിൽ, അങ്ങനെ പല ഭാഗങ്ങളിലായിട്ട് അത് സ്റ്റോർ ചെയ്യപ്പെടുന്നു. അതുപോലെ നമ്മുടെ വിസറൽ ഫാറ്റ് ആയിട്ട് മാറും. വിസറൽ ഫാറ്റ് ഏറ്റവും അപകടകാരിയായതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. വിസറൽ ഫാറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ കൊഴുപ്പടിഞ്ഞിട്ട് പിന്നെ അത് പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മൾ കാണുന്ന രീതിയിൽ നമ്മൾ അപകടകരവും ഹാർട്ട് അറ്റാക്കിന് കാരണമാവുകയും ചെയ്യുന്നതാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ ബാധിക്കുന്ന ഫാറ്റാണ്. ഇപ്പോ നമ്മുടെ ഇന്റേണൽ ഓർഗൻസിൽ ഇപ്പൊ കരളിന് ചുറ്റായാലും നമ്മുടെ ബാക്കിയുള്ള ഇന്റേണൽ ഓർഗൻസിന് ചുറ്റുമായിട്ടൊക്കെ കൊഴുപ്പ് അടിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് ഒരാൾ നിൽപ്പിൽ വീഴുന്നു, ചെറുപ്പക്കാരൊക്കെ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് പറയുന്നു, പെട്ടെന്ന് തന്നെ മരണപ്പെടുന്നു. ഈ വിസറൽ ഫാറ്റ് പലരും ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതില് മെയിൻ ആയിട്ട് ഇപ്പൊ പലരും പെട്ടെന്ന് വീണ് പല അസുഖങ്ങളിലും പെട്ടെന്ന് തന്നെ വീണ് പെട്ടെന്ന് മരണപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പാരാലിസിസ് വരുന്നു, ബ്രെയിൻ സ്ട്രോക്ക് വരുന്നു, അങ്ങനെ പല പ്രശ്നങ്ങൾ വരുന്നു. അതില് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മളെല്ലാവരും പറയും കൊളസ്ട്രോൾ ആണ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള മെയിൻ കാരണമെന്ന് നമ്മൾ പറയുന്നു, അല്ലെ? ശരിക്കും പറഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടി നിന്നാൽ കൊളസ്ട്രോൾ വരുമോ ഇല്ലയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കൊളസ്ട്രോൾ കൂടുതലായാൽ പ്രശ്നമാണോ? ഹാർട്ട് അറ്റാക്ക് കൂടുതലാണോ? ആരെങ്കിലും ഉത്തരം പറയോ? നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ആരും പറയാനില്ല. നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് കൊളസ്ട്രോൾ കൂടിയിരുന്നാൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത, റിസ്ക് കൂടുതലാണോ ഇല്ലയോ? അത് നമ്മൾക്ക് 2 തരം കൊളസ്ട്രോൾ ഉണ്ടല്ലോ, LDL ഉണ്ട്, HDL ഉണ്ട്. അപ്പൊ നല്ല കൊളസ്ട്രോൾ കൂടുന്നതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് LDL കൂടിക്കഴിഞ്ഞാൽ ട്രൈഗ്ലിസറൈഡ് കൂടിക്കഴിഞ്ഞാലാണ് ഇടങ്ങേറ്. HDLന്റെ അല്ല ഞാൻ ചോദിച്ചത്, ടോട്ടൽ കൊളസ്ട്രോൾ, മൊത്തത്തിലുള്ള കൊളസ്ട്രോൾ കൂടിയിരുന്നാൽ LDLും HDL എല്ലാം അതിൽ വരുന്നുണ്ട്. അതായത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണ്, കൊളസ്ട്രോൾ കൂടിയാൽ പ്രശ്നമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പൊ സാർ പറഞ്ഞതുപോലെ ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയാൽ ഹാർട്ട് അറ്റാക്ക് വരണമെന്നില്ലാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുകയും LDL കൊളസ്ട്രോൾ കൂടിയിരിക്കുകയും ചെയ്താൽ റിസ്ക് സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ടോട്ടൽ കൊളസ്ട്രോൾ കൂടുകയും HDL കൊളസ്ട്രോൾ കൂടിയിരിക്കുകയും ചെയ്താൽ ഹാർട്ട് അറ്റാക്ക് സാധ്യത വരാനുള്ള സാധ്യത വളരെ വളരെ കുറവെന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. ഡിഫറൻസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ടോട്ടൽ കൊളസ്ട്രോൾ കൂടിയിരിക്കുകയും LDL കൊളസ്ട്രോൾ കൂടിയിരിക്കണം. അത് ചീത്ത കൊളസ്ട്രോളും കൂടുതലാണ്, ടോട്ടൽ കൊളസ്ട്രോളും കൂടുതലാണ്, അതായത് നല്ല കൊളസ്ട്രോൾ കുറവ്. അങ്ങനെയാണെങ്കിൽ റിസ്ക് സാധ്യത കൂടുതലാണ്. എന്നാൽ ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതലും HDL കൊളസ്ട്രോൾ കൂടുതലുമായാൽ, ടോട്ടൽ കൊളസ്ട്രോൾ കൂടുതൽ HDL കൊളസ്ട്രോൾ അവിടെ കൂടുതലാണ്. പറഞ്ഞു മനസ്സിലായി? HDL കൊളസ്ട്രോൾ 50-ന് മുകളിലാണെന്ന് കരുതുക. 50-ന് മുകളിലാണെങ്കിൽ റിസ്ക് സാധ്യത വളരെ വളരെ കുറവെന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. കാരണം ഫ്രഞ്ച്
കാറ്റഗറി എന്ന് പറയുന്ന ഫ്രഞ്ച് ആൾക്കാർ, ആ കാറ്റഗറി എന്ന് പറയുന്നത് അവർക്ക് ടോട്ടൽ കൊളസ്ട്രോൾ വളരെ ഹൈ ആണ്. അവരുടെ HDL കൊളസ്ട്രോളും വളരെ ഹൈ ആണ്. അവർക്ക് ഹാർട്ട് അറ്റാക്ക് സാധ്യത വളരെ കുറവാണ്. അവരുടെ രാജ്യത്ത് ഹാർട്ട് അറ്റാക്ക് വളരെ വളരെ കുറവെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? നമ്മൾക്ക് ടോട്ടൽ കൊളസ്ട്രോളിലല്ല കാര്യം, HDL കൊളസ്ട്രോൾ. നല്ല കൊളസ്ട്രോൾ എത്രമാത്രം നമുക്ക് കൂട്ടാൻ കഴിയുന്നുവോ അത് നമ്മുടെ റിസ്ക് സാധ്യത കുറയ്ക്കും, ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കുറയ്ക്കും. ഇപ്പോൾ ഉള്ള എല്ലാവരും കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ അവിടെ HDL കൊളസ്ട്രോൾ വളരെ വളരെ കുറവും LDL കൊളസ്ട്രോൾ കൂടുതലായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവരുടെയും കൊളസ്ട്രോൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ കൊളസ്ട്രോൾ HDL കൊളസ്ട്രോൾ 50 ഉണ്ടെങ്കിൽ അത് നല്ല ഒരു കാറ്റഗറിയിലാണ് വരുന്നതെന്നാണ് പറയുന്നത്. നിങ്ങളുടെ ഹാർട്ട് അറ്റാക്ക് സാധ്യത വളരെ 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 കുറവാണ്. അപ്പോ അതിന് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് ഹാർട്ട് അറ്റാക്ക് ഹൈ ലെവലിൽ വരുന്നത്, HDL കൊളസ്ട്രോളും കുറഞ്ഞിരിക്കുന്നു? അതിന് പല കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് നമ്മൾ പറയും നെയ്യ് കഴിക്കാൻ പാടില്ല, വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പാടില്ല, അല്ലേ? അത് കുറച്ചു കാലം മുമ്പ് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാരണമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം അത് റിഫൈൻഡ് ഓയിൽ കൂടുതൽ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം സത്യം എന്നുള്ളത് എനിക്കറിയില്ല. അങ്ങനെ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാൽ പോലും റിഫൈൻഡ് ഓയിൽ എന്ന് പറയുന്നത് അതിൽ omega-6 ആണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. റിഫൈൻഡ് ഓയിൽ എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 കാറ്റഗറിയിൽ നമുക്ക് ഇതിന്റെ ഫാറ്റുകൾ വരുന്നത്, സാച്ചുറേറ്റഡ് ഫാറ്റുകളും അൺസാച്ചുറേറ്റഡ് ഫാറ്റുകളായിട്ട് വരുന്നുണ്ട്. നെയ്യ്, വെളിച്ചെണ്ണ, അങ്ങനെ ഡയറി പ്രൊഡക്ട്സുകൾ, ഇതെല്ലാം സാച്ചുറേറ്റഡ് ഫാറ്റുകളാണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റ് എന്ന് പറഞ്ഞാൽ അത് വരുന്നത്, അത് ശരിക്കും omega-3 വരുന്നുണ്ട്, 6 വരുന്നുണ്ട്, 9 വരുന്നുണ്ട്. ഈ അൺസാച്ചുറേറ്റഡ് ഫാറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ LDL കൊളസ്ട്രോൾ കുറയ്ക്കും, പക്ഷേ നല്ല കൊളസ്ട്രോളും കുറയ്ക്കും. ഈ പോയിന്റ് ശ്രദ്ധിക്കുക. കാരണം പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നു, കോട്ടൺ സീഡ് ഓയിൽ ഉപയോഗിക്കുന്നു, അങ്ങനെ പല ഓയിലും നമ്മൾ ഇപ്പോൾ റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കൊളസ്ട്രോൾ കുറയും, പക്ഷേ നമ്മുടെ HDL കൊളസ്ട്രോളും അതോടൊപ്പം കുറയും. ഇതാണ് മെയിൻ പ്രശ്നം. ഇന്ന് ഏറ്റവും കൂടുതൽ ഹോട്ടലുകളിലായാലും വീടുകളിലായാലും സൺഫ്ലവർ പോലുള്ള റിഫൈൻഡ് ഓയിലാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ LDL കൊളസ്ട്രോൾ കുറയ്ക്കും, ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കും, ഓക്കെയാണ്. പക്ഷേ അതിനോടൊപ്പം HDL കൊളസ്ട്രോളും കുറയ്ക്കപ്പെടുന്നു എന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ കണ്ടെത്തിയത്. എന്നാൽ നമ്മുടെ വെളിച്ചെണ്ണ, നമ്മുടെ നെയ്യ്, ഡയറി പ്രൊഡക്റ്റുകൾ, അതായത് പനീർ, ബട്ടർ, അങ്ങനെയുള്ള ഡയറി പ്രൊഡക്റ്റുകൾ, ഇവയെല്ലാം നമ്മുടെ LDL കൊളസ്ട്രോള് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊളസ്ട്രോൾ കൂട്ടും, പക്ഷെ അതോടൊപ്പം തന്നെ HDL കൊളസ്ട്രോള് കൂടുതലാക്കും എന്നുള്ളതാണ്. HDL കൊളസ്ട്രോൾ കൂട്ടുന്നു. നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത് നേരെ തിരിച്ചാണ്. ചീത്ത കൊളസ്ട്രോൾ കൂടുമെങ്കിലും അതോടൊപ്പം തന്നെ HDL കൊളസ്ട്രോൾ വളരെ വളരെ കൂടുന്നു എന്നുള്ളതാണ്. അപ്പോൾ HDL കൊളസ്ട്രോൾ ആണ് നമുക്ക് വേണ്ടത്. ടോട്ടൽ കൊളസ്ട്രോളിന്റെ HDL കൊളസ്ട്രോൾ എത്രമാത്രം നിങ്ങൾക്ക് നല്ല കൊളസ്ട്രോൾ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. HDL കൊളസ്ട്രോൾ നമുക്ക് കിട്ടുന്നത് ഏതൊക്കെ ഘടകങ്ങളിൽ നിന്നാണ്? ഒന്ന് ഞാൻ പറഞ്ഞു, അത് ഓർത്ത് വയ്ക്കുക. നമ്മൾ പലരും ഒഴിവാക്കുന്ന കാറ്റഗറിയാണ് നെയ്യ്, അതുപോലെ വെളിച്ചെണ്ണ, അതുപോലെ ഡയറി പ്രൊഡക്ട്സുകൾ, അങ്ങനെയുള്ള പലതും നമ്മൾ ഇതിൽ നമ്മുടെ ആഹാരത്തിൽ നിന്നും ഒഴിവാക്കിയിട്ട് അവിടെ നമ്മൾ റിഫൈൻഡ് ഓയിൽ എന്ന് റീപ്ലേസ് ചെയ്തോ അന്ന് മുതലാണ് നമ്മുടെ ഇൻഫ്ലമേഷൻസ് കൂടുതൽ, ഇതുപോലെ പല അസുഖങ്ങളുടെയും കാരണം തുടങ്ങിയത് അവിടെ മുതൽ നിന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ നമുക്ക് അത്രയും ടേസ്റ്റി ആയിട്ടുള്ള വെളിച്ചെണ്ണയും അത്രയും ടേസ്റ്റി ആയിട്ടുള്ള കമ്പനി പ്യൂർ ആയിട്ടുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. ഇത്രയും നാളും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും രീതിയിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റിഫൈൻഡ് ഓയിലാണത്. omega-3 കൂടുതലാണ്, omega-6 കൂടുതലാണ്, ഇൻഫ്ലമേഷൻ കൂട്ടും. അത് രീതിയിൽ ഉപയോഗിക്കാതിരിക്കുക. അവിടെ നമ്മുടെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാം, നമ്മുടെ റൈസ് ബ്രാനും ഉണ്ട്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ നമുക്ക് തിളപ്പിക്കാൻ
എണ്ണ എന്ന് പറയുന്നത് വെളിച്ചെണ്ണ എന്നാണ് ലേറ്റസ്റ്റ് പഠനങ്ങൾ പറയുന്നത്. പണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് വെളിച്ചെണ്ണയാണ്. പണ്ടത്തെ കാലത്ത് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടുകളിൽ ആട്ടിയെടുത്ത് പ്യൂർ ആയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചിരുന്നു. അന്ന് നമുക്ക് പ്രശ്നങ്ങളും വളരെ കുറവായിരുന്നു, അല്ലെ? അപ്പോ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു, നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ എനിക്കൊരു അറിവ് ഇങ്ങനെ കിട്ടിയപ്പോൾ ഞാനത് നിങ്ങളിലേക്ക് ഷെയർ ചെയ്തതാണ്. ഞാൻ നല്ല രീതിയിൽ നെയ്യ് ഉപയോഗിക്കുന്ന ഒരാളാണ്. നമ്മുടെ മോദിക്കേന്റെ നെയ്യ് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള നെയ്യാണ്. അത് ഞാനിപ്പം ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഫുഡിലായാലും, ഒരു പഴം എടുത്താലും ഞാനത് ചെറുതായിട്ട് കുറച്ച് ഒരു സ്പൂണോ നെയ്യ് എടുത്താൽ റോസ്റ്റ് ചെയ്തിട്ടാണ് കഴിക്കുക. നമ്മുടെ എന്തെങ്കിലും വേറെ നെയ്യ് ദോശയിലായാലും ചപ്പാത്തിയിലായാലും വേറെ എന്ത് ഇതിലാണെങ്കിലും ഞാനത് ഒരു സ്പൂൺ നെയ്യ് അതിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ മോദിക്കേന്റെ വെളിച്ചെണ്ണ ഞാൻ വളരെ കുറവാണ് ബാക്കിയുള്ള ഓയിലുകൾ ഞാൻ ഉപയോഗിക്കാറ്. റൈസ് ബ്രാൻ ഓയിൽ, മോദിക്കേന്റെ റൈസ് ബ്രാൻ ഓയിൽ ഇടയ്ക്ക് ഉപയോഗിക്കും എന്നല്ലാതെ ബാക്കി ഒരു ഓയിലും ഞാൻ ഉപയോഗിക്കാറില്ല എന്നുള്ളത്. എന്റെ HDL കൊളസ്ട്രോൾ 59 ആണ്. 50യിൽ കൂടുതലാണെങ്കിൽ HDL കൊളസ്ട്രോൾ വളരെ ബെറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരും HDL കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുക, HDL ടോട്ടൽ കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുക, LDL കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുക, HDL കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുക. ഇതെല്ലാം കൊളസ്ട്രോളിൽ വരും. അപ്പോൾ നിങ്ങൾ HDL കൊളസ്ട്രോൾ കുറവാണെങ്കിൽ നിങ്ങൾ HDL കൊളസ്ട്രോൾ കൂട്ടാനുള്ള മാർഗങ്ങൾ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഒലിവ് ഓയിൽ നല്ലതാണ്. അതിൽ omega-3 ആണ് ഉള്ളത്, omega-9 ആണുള്ളത് ഒലിവ് ഓയിലിലും. അതുപോലെ മട്ടൺ ഫാറ്റ്, കടുകെണ്ണ, എല്ലാ നട്ട്സും ഇതെല്ലാം LDL കുറയ്ക്കുന്ന ഘടകങ്ങൾ അതിനുണ്ട്. omega-9 ആണ് ഇതെല്ലാം. ഈ omega-9ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് LDL കുറയ്ക്കും, പക്ഷേ HDL മാറ്റമില്ലാതെ തുടരും. അത് ഉപയോഗിക്കുമ്പോൾ HDLന് കുറവ് വരുത്തുകയുമില്ല, കൂട്ടുകയുമില്ല. പക്ഷേ നമ്മുടെ ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഈ ഓയിൽ, ഒലിവ് ഓയിൽ, മട്ടൺ ഫാറ്റ്, കടുകെണ്ണ, വാൾനട്ട്സ്, അതായത് വാൾനട്ട് വരാം, നമ്മുടെ ബദാം വരാം, അണ്ടിപ്പരിപ്പ് വരാം, കപ്പലണ്ടി വരാം, ഇതെല്ലാം ഡെയിലി നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. അത് നമുക്കറിയാം എന്തൊക്കെയാണ് ചേർന്നിട്ടുള്ളതെന്ന്. നമ്മുടെ ഈ കുറവുകളേക്ക് പരിഹരിക്കാൻ നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം പ്രോട്ടീനും നമുക്ക് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഈ സാധനങ്ങൾ എല്ലാവരും എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ മൾട്ടി വൈറ്റമിൻ ടാബ്ലറ്റ് കഴിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്പൈറലിനെ കഴിക്കാം. നമ്മൾ ഇതെല്ലാം കഴിച്ചാലും നമ്മൾക്ക് ഡെഫിഷ്യൻസി ഉറപ്പായിട്ട് ഏതെങ്കിലും തരത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ അവിടെ സപ്ലിമെന്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഫുഡ് സപ്ലിമെന്റ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു ദിവസം നമ്മളൊരു മൾട്ടി വൈറ്റമിൻ, എന്ത് കഴിച്ചില്ലെങ്കിലും മൾട്ടി വൈറ്റമിൻ ആൻഡ് മൾട്ടി മിനറൽ നമ്മൾ ഉറപ്പായിട്ടും കഴിച്ചിരിക്കുക. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആൻഡ് മൾട്ടി മിനറൽ എന്ന് പറയുന്നത്. ഡെയിലി ഉപയോഗിക്കുക. അത് നമ്മുടെ ശരീരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസിന്, നമുക്ക് മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസും വേണം. അതായത് മൈക്രോ ന്യൂട്രിയൻസ് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് അളവിൽ മതിയാകും, പക്ഷേ ഡെയിലി നമ്മുടെ ശരീരത്തിന് അത്യന്താപേക്ഷിതമാണ്. അത് നമ്മുടെ ശരീരത്തിന്റെ ദൈനംദിന ഉപാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിസത്തെ ക്ലിയർ ചെയ്യാൻ മൈക്രോ ന്യൂട്രിയൻസ് അത്യാവശ്യമാണ്. നമ്മുടെ മൾട്ടി വൈറ്റമിൻ ആൻഡ് മിനറൽ കഴിക്കുക. ഫുഡിന്റെ പാറ്റേൺ ചേഞ്ച് ചെയ്യുക എല്ലാവരും. അതുപോലെ തന്നെ ഇന്ന് ലോകത്ത് കണ്ടുപിടിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫാറ്റ് എന്ന് പറയുന്നത് omega-3 ആണ്. അതും omega-3 എന്ന് പറയുമ്പോൾ 2 തരത്തിലാണ് നമുക്ക് omega-3 ഉണ്ടാകുന്നത്. മീനിലുള്ള omega-3 ആണ്, ലോങ് ചെയിൻ ഫാറ്റി ആസിഡ് എന്നാണ് അതിനെ പറയുന്നത്. ഫ്ലാക്സീഡിലും omega-3 ആണ്, പക്ഷേ അത് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ആണ്. മീനിലുള്ള omega-3 ആണ് ലോകത്തിലെ ഏറ്റവും നല്ല ഫാറ്റായിട്ട് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. അത് നമുക്ക് തന്നെ മോദി കെയർ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള തന്നെ omega-3 അന്റാർട്ടിക് ക്രിൽ ഓയിൽ നമുക്ക് തന്നിട്ടുണ്ട്. ബെറ്റർ ഓപ്ഷൻ ആണ്. ഹാർട്ട് അറ്റാക്ക് വരണ്ട എന്നുള്ളവർ അന്റാർട്ടിക് ക്രിൽ ഓയിലും അതോടൊപ്പം നമ്മുടെ ഗാർലിക് പേളും കൂടി ഡെയിലി യൂസ് ചെയ്യുക. ഗാർലിക് പേള് ശരീരത്തിന് ഒരുപാട് കൊഴുപ്പിനെ കുറയ്ക്കാനും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോ പ്രൊഡക്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു ദിവസം ഓരോ പ്രൊഡക്റ്റിനെ പറ്റി കുറിച്ച് തന്നെ നമുക്ക് പറയാനുണ്ടാവും. അപ്പോ ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് പറയുന്ന വഴിക്ക്. omega-3 മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം അത് ഇച്ചിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് മരുന്ന് കഴിച്ചാലും പ്രശ്നമല്ല, അസുഖം വന്നോട്ടെ എന്നുള്ളതിലാണ് നമ്മുടെ പല കാറ്റഗറി, നമ്മുടെ ആൾക്കാർ പലരും മെന്റാലിറ്റി. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ്. നമ്മൾ രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ രോഗത്തെ തടയുക എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് omega-3 അന്റാർട്ടിക് ക്രിൽ ഓയിൽ
ഡെയിലി എടുക്കുക, യൂസ് ചെയ്യുക. അതോടൊപ്പം ഗാർലിക് പേള് ഹാർട്ട് അറ്റാക്കിന്റെ റിസ്ക് സാധ്യത വളരെ കുറയ്ക്കാം. ഈ പറഞ്ഞതുപോലെ LDL കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. അത് നമ്മുടെ ഫുഡ് പാറ്റേൺ ചേഞ്ച് ചെയ്യുക. പറയുന്നതുപോലെ നമ്മുടെ ഫുഡിൽ ആവശ്യത്തിന് ഫാറ്റ്, നെയ്യാണെങ്കിലും ബട്ടർ ആണെങ്കിലും വെളിച്ചെണ്ണ ആണെങ്കിലും ഒക്കെ നമ്മൾ ആഹാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത്. കാർബോഹൈഡ്രേറ്റ്സ് അളവ് കുറയ്ക്കുക, നമ്മുടെ പ്രോട്ടീൻ്റെ ഇൻടേക്ക് കൂട്ടുക, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഇതെല്ലാം നമ്മൾ കൂട്ടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഇപ്പൊ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാത്തവർക്ക് നമ്മുടെ കുട്ടികളൊക്കെ വളരെ കുറവാണ് കഴിക്കുന്നത്. നമ്മുടെ സ്പൈറുലിന, പച്ചക്കറികളുടെ സമ്പൂർണമായ ഒരു ബണ്ടിലാണെന്ന് പറയാം നമ്മുടെ സ്പൈറുലിന എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഡെഫിഷ്യൻസി ഉള്ളവർക്ക് സ്പൈറുലിന കൊടുക്കുക. ഫുഡ് സപ്ലിമെന്റ് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമ്മൾ കഴിക്കുന്നത് ഫാസ്റ്റ് ഫുഡാണ് കൂടുതലും കഴിക്കുന്നത്. ഇപ്പൊ മീനാണെങ്കിലും ഇറച്ചിയാണെങ്കിലും വളരെ 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 കുറവാണ് നമ്മൾ കഴിക്കുന്നത്. കഴിച്ചാൽ തന്നെ 1 പീസോ 2 പീസോ, അതിൽ നമുക്ക് ദിവസം വേണ്ടുന്ന പ്രോട്ടീൻ കിട്ടുന്നില്ല. ദിവസം വേണ്ടുന്ന പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ ശരീരം പ്രോട്ടീൻ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മുടെ ഇൻടേക്ക് ദിവസവും ഡെയിലി ഇൻടേക്ക് ചെയ്യണം പ്രോട്ടീൻ എന്ന് പറയാം. ദിവസവും കൊടുത്തുകൊണ്ടിരിക്കണം പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മിനിമം 1 കിലോയ്ക്ക് 1 ഗ്രാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. അത് 1.5 ആണ് പറയുന്നത്. കുറച്ചുകൂടിയൊക്കെ ഹാർഡായിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് 1.5 വേണ്ടത് അത്യാവശ്യമാണ്. മിനിമം 1 ഗ്രാമെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മിനിമം 50 ഗ്രാം പ്രോട്ടീൻ അത്യാവശ്യം കൊടുത്തിരിക്കണം. എത്ര പേര് കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം 50 ഗ്രാം പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഒരിക്കലും 50 ഗ്രാം പ്രോട്ടീൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മോദി കെയറിന്റെ പ്രോട്ടീൻ ഇപ്പൊ തന്നെ നമുക്ക് പലതരത്തിൽ അവൈലബിൾ ആണ്. ഓൾ പ്ലാന്റ് പ്രോട്ടീൻ ഉണ്ട്, പ്രോട്ടീൻ ക്രസ്റ്റ് ഉണ്ട്, കുട്ടികൾക്കുള്ള സ്ട്രോങ് ആൻഡ് സ്മാർട്ട് ഉണ്ട്. അപ്പോ ഇതിൽ തന്നെയും നമ്മളൊരു 20 ഗ്രാമൊക്കെയാണ് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നത്. പ്രോട്ടീൻ ഒരു നേരം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ ഫുഡിൽ കൂടി കൊടുക്കുകയാണെങ്കിൽ ഫുഡ് അത്രമാത്രം നമ്മൾ കെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് ഫുഡിൽ. ബാക്കിയുള്ള നട്ട്സ് ആണെങ്കിലും ബാക്കിയുള്ള ഡയറി മുട്ട അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തുകയും നമ്മുടെ മോദി കെയറിന്റെ പ്രോട്ടീൻ, ഇപ്പൊ പ്രോട്ടീൻ തന്നെ പലതരത്തിൽ നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ മസിൽസ് ഗെയിൻ ഉണ്ടാവാനും എനർജി ഉണ്ടാവാനും എക്സർസൈസ് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള വേ പ്രോട്ടീൻ ഒരു കാറ്റഗറി അത് തന്നെ ഉണ്ട്. അത് തന്നെ പഠിക്കണമെങ്കിൽ നമുക്കൊരു ദിവസം വേണ്ടി വരും. അപ്പോ പ്രോട്ടീൻ നമുക്ക് ആവശ്യത്തിന് ശരീരത്തിന് കിട്ടിയേ മതിയാകും. കിട്ടിയില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ സാർ നേരത്തെ പറഞ്ഞ രാജീവ് സാർ പറഞ്ഞതുപോലെ ക്യാൻസർ പോലും ഉണ്ടാകുന്നതിന്റെ മെയിൻ ഒരു കാരണമായിട്ട് പറയപ്പെടുന്നത് പ്രോട്ടീൻ ഡെഫിഷ്യൻസി എന്ന് ചില പഠനങ്ങളും പറയുന്നു. അപ്പോ പ്രോട്ടീൻ എത്രമാത്രം അത്യന്താപേക്ഷിതമാണ് നമ്മുടെ ഓരോ കോശങ്ങൾക്കും നമ്മുടെ ബോഡി ഡെവലപ്പ് ചെയ്യുന്നതിന്. അതായത് നമ്മുടെ ബോഡിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ പെട്ടെന്ന് പ്രായമാക്കി പോകുന്നു, സ്കിൻ തൂങ്ങിപ്പോകുന്നു, ബോഡിക്ക് സ്ട്രക്ചർ ഇല്ലാതായി വരുന്നത് എന്തുകൊണ്ടാണ്? പ്രോട്ടീൻ എന്ന് പറയുന്നത് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. നമ്മുടെ ഒരു വീട് വയ്ക്കുമ്പോൾ നമ്മൾ കട്ടകൾ അടിച്ച് എങ്ങനെയാണോ ഒരു സ്ട്രക്ചർ ആ വീടിന് കൊടുക്കുന്നത്, ആ ഒരു സ്ട്രക്ചർ നമ്മുടെ ബോഡിക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ മസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കണം നമ്മുടെ ബോഡിക്ക്. അപ്പൊ ബോഡി നിർമ്മിച്ചിരിക്കുന്നത് തന്നെ പ്രോട്ടീനുകൾ വെച്ചാണ്. മെച്ചൂർഡായിട്ട് വയസ്സ് കൂടുതൽ തോന്നും, സ്കിൻ സാഗിയും പ്രായ കൂടുതൽ തോന്നും, പിന്നെ എല്ല്, പല്ല്, തലമുടി ഇതെല്ലാം ഇല്ലാണ്ടാവും, നഖം പൊട്ടിപ്പോവുക, പല്ല് പൊട്ടിപ്പോവുക, പെട്ടെന്ന് വീഴുമ്പോൾ പൊട്ടുക, എല്ല് പൊട്ടുക, അങ്ങനെ പല പ്രോബ്ലംസുകളും മെയിൻ ആയിട്ട് ഒരു പ്രോട്ടീൻ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നു എന്നതാണ്. പ്രോട്ടീൻ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്. ഇതെന്ന് വരെ മനസ്സിലാക്കിയിട്ടില്ലാത്തവർ ദയവേത് മനസ്സിലാക്കുക. പ്രോട്ടീൻ റെഗുലർ നമ്മുടെ ഫുഡിന്റെ ഭാഗമാക്കി മാറ്റുക. നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ സപ്ലിമെന്റ്, മോദി കെയറിന്റെ പ്രോട്ടീൻ സപ്ലിമെന്റ് നമ്മുടെ ഡെയിലി ഇൻടേക്കില് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫുഡിൽ നിന്ന് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇത് നമ്മൾ ഇതിൽ നിന്നും വളരെ എളുപ്പമല്ലേ നമുക്ക് കഴിക്കാൻ. എല്ലാ പ്രോട്ടീന്റെ ഒരു ബണ്ടിൽ തന്നെ നമുക്ക് ആക്കി കുപ്പിയിൽ തന്നിട്ടുണ്ട്, മോദി കെയർ നമുക്ക് തന്നിട്ടുണ്ട്. പ്രോട്ടീൻ ക്രസ്റ്റ്, അതുപോലെ ഓൾ പ്ലാന്റ് പ്രോട്ടീൻ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. നമുക്ക് ഏതെങ്കിലും ഫുഡിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം, വെറുതെ വെള്ളത്തിലോ പാലിലോ കലക്കി കുടിക്കാം. എന്തായാലും മസ്റ്റായിട്ട് എല്ലാവരും പ്രോട്ടീൻ എടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് അതുപോലെ വൈറ്റമിൻസും മിനറൽസും നമ്മുടെ ശരീരത്തിന് ഓരോ കോശങ്ങളുടെയും കോശഭിത്തിയുടെ നിർമ്മാണത്തിന് വൈറ്റമിൻസും മിനറൽസും അത്യന്താപേക്ഷിതമാണ്. അതായത് വിറ്റാമിനുകളും ധാതുക്കളും ഇതൊക്കെ എത്രമാത്രം നമ്മൾ കഴിക്കുന്നുണ്ട്, പച്ചക്കറികൾ എത്ര കഴിക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് എത്ര കഴിക്കുന്നുണ്ട്.
അപ്പോ നമ്മുടെ കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭിത്തിയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് മിനറൽസിനും കഴിക്കാൻ നമുക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മൾട്ടി വൈറ്റമിൻ ആൻഡ് മൾട്ടി മിനറൽ ഉറപ്പായിട്ടും കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോ അതുപോലെ തന്നെ നമ്മുടെ നോനി ജ്യൂസ് ഫ്രൂട്ട്സിൽ വരുന്നതാണ്. നെല്ലിക്ക ജ്യൂസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചൂടാക്കിയാൽ പോലും അതിന്റെ വൈറ്റമിൻസ് നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. നെല്ലിക്ക ജ്യൂസ്, കരേല ജ്യൂസ്, കറ്റാർവാഴ ജ്യൂസ്, ഇതെല്ലാം നമുക്ക് എളുപ്പത്തിൽ നമുക്ക് കമ്പനി തന്നിട്ടുണ്ട്. എടുത്ത് കുടിച്ചാൽ മാത്രം മതി. അപ്പോൾ അത് കുടിക്കുന്നതോടൊപ്പം നമ്മുടെ ആരോഗ്യം വർദ്ധിക്കും. ആരോഗ്യം വർദ്ധിക്കുന്നതോടൊപ്പം നമ്മുടെ സൗന്ദര്യം വർദ്ധിക്കും. സൗന്ദര്യം വർദ്ധിക്കുന്നതോടൊപ്പം നമ്മൾ നമ്മുടെ ധനം ഉണ്ടാകാൻ തുടങ്ങും. മോദിക്കേണ്ട ബിസിനസ് വളരും. അങ്ങനെ കുറെ നല്ല നല്ല കാര്യങ്ങൾ ഇതോടൊപ്പം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. മാർക്കറ്റിലെ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുക? ഒന്നും കിട്ടാൻ പോകുന്നില്ല. മോദി കെയറിലെ പ്രോഡക്റ്റുകളാണ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാണ് കിട്ടുന്നത്? അത് ജവഹർ സാർ എപ്പോഴും പറയുന്നതാണ്. ഒരുപാട് ഹാപ്പിനെസ് കിട്ടും, അല്ലെ? ഒരുപാട് ആരോഗ്യം കിട്ടും, ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും, ഒരുപാട് സമ്പത്ത് കിട്ടും, ഒരുപാട് സന്തോഷം കിട്ടും. അപ്പോ മോദി കെയറിൽ കിട്ടാത്തതായി ഒന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം, നമ്മൾ എത്ര വേണം എന്ന് ചൂസ് ചെയ്യാന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് സ്പൂണിൽ കോരിയെടുക്കണോ, കപ്പിൽ കോരിയെടുക്കണോ, ബക്കറ്റിൽ കോരിയെടുക്കണോ, എങ്ങനെയാണ് കോരിയെടുക്കേണ്ടതെന്ന് നമ്മൾ തന്നെ തീരുമാനിച്ചാൽ മതി. ജോളി സാർ എപ്പോഴും പറയുന്നതാണ്. അപ്പോ ഇത്രയാണ് എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പൊ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് കൂടുതൽ പഠിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ ക്ലാസ് ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നൂടെ. ജോളി സാറേ, ഓക്കെ. ഒരു റിക്വസ്റ്റ് ഉള്ളതേ, ജസീല മാഡത്തിന് എനിക്ക് വർഷങ്ങളായിട്ട് അറിയാം. അപ്പൊ മാഡം ഹെൽത്ത് വീണ്ടെടുത്തതും ആ പഴയ ബ്യൂട്ടി വീണ്ടെടുത്തതിന് സീക്രട്സ് കൂടി ഒരു 5 മിനിറ്റ് സംസാരിച്ചാല് വളരെ നല്ലതായിരുന്നു. അതിനുവേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തതെന്നുള്ളത് ഒന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആവും. വളരെ നല്ല സെഷനാണ് ഇപ്പൊ എടുത്തത്. അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് സെഷൻ അവസാനിപ്പിക്കാം. എന്തൊക്കെയാണ് മാഡം ചെയ്തത്? സീക്രട്സ്. ഓക്കെ, സീക്രട്സ് ഒന്നുമില്ല. ജോളി സാറിന് അറിയാവുന്നതാണ്. കാരണം ഒരുപാട് ഒരു ഹെൽത്ത് ഇഷ്യൂസിൽ നിൽക്കുന്ന സമയത്താണ് ജോളി സാറ് എന്നെ മോദി കെയറിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഞാൻ മോദി കെയറിലേക്ക് എത്തുന്നത്. അന്ന് ഞാൻ ജോളി സാറിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സാറേ ഞാനത് ബിസിനസ് ആയിട്ടൊന്നും ചെയ്യത്തില്ല. എനിക്ക് പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട ഞാൻ പ്രോഡക്റ്റ് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് എനിക്ക് ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഞാനത് ബിസിനസ് ആയിട്ട് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം, ബിസിനസ് ചെയ്യാം എന്നാണ് ഞാൻ ജോളി സാറിനോട് അന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ സാറ് എനിക്ക് നമ്മുടെ വണ്ടർ ഡ്രോപ്പ്, എനിക്ക് വേറൊരു പ്രോഡക്റ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. മാർക്കറ്റിലെ ഒരു പ്രൊഡക്റ്റിന് എനിക്ക് അലർജിയാണ് വരിക. സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അലർജി ഉണ്ടാവും. ജോളി സാറിന് ഞാൻ പറഞ്ഞു ഇന്ന പ്രശ്നമുണ്ട് ജോളി സാറേ എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു നമ്മുടെ വണ്ടർ ഡ്രോപ്പ് മാഡം ഒന്ന് ഉപയോഗിച്ച് നോക്കൂ, അത് കഴിഞ്ഞിട്ട് എന്റെ അടുത്ത് റിസൾട്ട് പറയുന്നു. അത് ഉപയോഗിച്ച് ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ എനിക്ക് നല്ലതായിട്ട് എന്റെ സ്കിന്നെ നല്ല രീതിയിൽ പൊട്ടുമായിരുന്നു മറ്റുള്ള പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ. ആ പ്രശ്നം മാറി. പാത്രങ്ങളൊക്കെ നല്ല രീതിയിൽ നല്ല എന്താ പറയാ വെട്ടിത്തിളങ്ങുന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കുറച്ച് എഫർട്ട് കൊടുത്താൽ മതി. കുറച്ച് കഴുകുന്നതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ. മെയിനായിട്ട് എന്റെ ഹെൽത്ത് ഇഷ്യൂ ആ ഒരു പ്രശ്നം മാറി കിട്ടിയപ്പോൾ തന്നെ എനിക്കത് സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു. പിന്നെ വെൽനെസ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അന്ന് ഒരുപാട് പ്രശ്നങ്ങൾ, നടുവിന്റെ പ്രശ്നം, ഓവർ വെയിറ്റ്, എന്റെ മുന്നത്തെ ഫോട്ടോ കാണുകയാണെങ്കിൽ പലർക്കും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ കുറെ ഇഷ്യൂസുകളെല്ലാം മോദി കെയറിലെ നമ്മുടെ വെൽനെസ് പ്രൊഡക്റ്റുകൾ ഗ്രാജുവലി ഉപയോഗിച്ച് ഞാൻ എല്ലാ പ്രൊഡക്റ്റും ഉപയോഗിക്കാതെ ഞാൻ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് സജസ്റ്റ് ചെയ്യത്തുമില്ല, അതിനെക്കുറിച്ച് പറയത്തുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാനാണെങ്കിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, ഇഷ്ടംപോലെ പ്രൊഡക്റ്റുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ എല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ മറ്റുള്ളവരിലേക്ക് അത് ഷെയർ ചെയ്യുന്നത്. അപ്പൊ എന്നെ പണ്ട് കണ്ടവരും ഇപ്പോൾ കണ്ടവരും തമ്മിൽ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് പറയും എന്ത് മാറ്റം, എന്ത് പറ്റി, എങ്ങനെയാണ് വെയിറ്റ് കുറച്ചത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ കഴിഞ്ഞത്, ഇപ്പൊ പണ്ടത്തെ പോലുള്ള അസുഖങ്ങൾ പ്രശ്നങ്ങൾ ഒന്നും വലുതായിട്ടില്ലല്ലോ, എങ്ങനെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ ഫുഡ് പാറ്റേൺ ചേഞ്ച് ചെയ്തു, എന്റെ മോദി കെയറിലെ പ്രോഡക്ട്സ്, ഞാൻ മോദി കെയർ എവിടെ ചെന്നാലും എന്റെ കുട്ടികൾ കളിയാക്കും, മമ്മി ഇപ്പൊ മോദി കെയർ പറയും. ഞാൻ പറയും എനിക്ക് എന്നെ ഇപ്പോഴത്തെ ഞാനാക്കി മാറ്റിയത് മോദി കെയർ ആണ് എന്ന് ഞാൻ പറയാറുണ്ട്. അവരെ എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ മമ്മി ഇപ്പൊ മോദി കെയർ പറയുന്നു പറയും. എനിക്ക് സൊല്യൂഷൻ ഉണ്ട്. അവരെന്തെങ്കിലും ഒരു പ്രോബ്ലം പറയുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് മോദി കെയറിൽ ഉപയോഗിച്ച് നോക്കൂ, അതിന് പ്രശ്നം മാറും എന്ന് ഞാൻ പറയും. അത് നമ്മുടെ കോൺഫിഡൻസ് ആണ് നമ്മളെ കൊണ്ടത് പറയിക്കുന്നത്. നമുക്ക് പറയാൻ കഴിയണമെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണം മസ്റ്റ് ആയിട്ട്. അതുപോലെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, അത് വിട്ടുപോയി ഞാൻ. നമ്മുടെ ഏറ്റവും വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വൈറ്റമിൻ D3. ഇത് മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുക. കാരണം വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഒരുപാട് പ്രോബ്ലംസ് ഇന്ന് പലർക്കും അനുഭവപ്പെടുന്നുണ്ട്. തലമുടി കൊഴിയുന്നുണ്ട്,
ബോഡി പെയിൻ, പലരും ബോഡി പെയിൻ, ക്ഷീണം, തളർച്ച എന്ന് പറഞ്ഞിട്ടൊക്കെ ഡോക്ടറെ കാണാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് 20 ആണെന്ന് തോന്നുന്നു കുറവ്. അത് വളരെ ഡെഫിഷ്യൻസി കുറവാണ്, അത് ഡെഫിഷ്യൻസിയാണ് 20 ഒക്കെ ആണെങ്കിൽ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് കഴിച്ചാലും എന്ത് ചെയ്താലും വൈറ്റമിൻ ഡി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്നത് നമുക്ക് ഫലത്തിൽ വരില്ല. വൈറ്റമിൻ ഡി വലിയ ഈ പ്രോട്ടീൻ പോലെ തന്നെ വൈറ്റമിൻ ഡിയും ഏറ്റവും അത്യാവശ്യമുള്ള, ഒരു മനുഷ്യന് അത്യാവശ്യമുള്ള ഘടകമാണ്, സപ്ലിമെന്റ് ആണ് വൈറ്റമിൻ ഡി എന്ന് പറയുന്നത്. കാരണം നമ്മൾ ആരും വെയിൽ കൊള്ളുന്നില്ല. പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും വെയിൽ കൊള്ളുന്നുണ്ട്. ഇപ്പൊ ആരും വെയിൽ കൊള്ളുന്ന അവസ്ഥയുള്ളവരല്ല, വെയിൽ കൊള്ളാനും കൂടി പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോഴത്തെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഡെഫിഷ്യൻസി ഉറപ്പായിട്ടും നമുക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വൈറ്റമിൻ ഡി എടുക്കുക, മസ്റ്റ് ആയിട്ടും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം എല്ലാവരും. കാരണം എനിക്കും ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നു. അപ്പോ തലമുടി നല്ല രീതിയിൽ കൊയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാനത് റെഗുലറും മോദിക്കേണ്ട ഡെഫിഷ്യൻസി നമ്മുടെ വൈറ്റമിൻ ഡി എടുക്കാൻ തുടങ്ങി. ഇപ്പോൾ ഡെഫിഷ്യൻസി കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുക. അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, ഒരു 1000 രൂപ കൊടുക്കണം നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ നമുക്ക് പല രോഗങ്ങളെയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, കണ്ടുപിടിക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ അതിന്റെ ടെസ്റ്റ് കൊണ്ട് കഴിയും. വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സപ്ലിമെന്റ് എടുക്കുക എല്ലാവരും. നമ്മുടെ ഒരു നല്ലൊരു ശതമാനം അസുഖങ്ങളെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് കുറവിനെ ഇല്ലാതാക്കിയാൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്റെ ആ ഒരു ജേണി എന്ന് പറയുന്നതൊക്കെയാണ്. നമ്മുടെ ഫുഡ് സപ്ലിമെന്റുകൾ മാക്സിമം ഉപയോഗിക്കും. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റുകളുണ്ട്, എല്ലാം കൂടി പറയാൻ നമുക്ക് ആ ഒരു സെക്ഷൻ മതിയാവില്ല. ഇന്റലക്ട് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് മോദി കെയറിന്റെ ഇന്റലക്ട്. ഞാൻ തുടങ്ങിയപ്പോൾ മോദി കെയറിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. അതിനൊരു മാറ്റവും ഇല്ലാതെ തുടരുന്നു. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 10 വയസ്സ് കുറവായിട്ട് ഫീൽ ചെയ്യണോ, നിങ്ങളെ കാണണോ, യങ്ങായിട്ട് നിൽക്കണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്റലക്ട് ഉപയോഗിക്കുക. ഈ പറഞ്ഞ ഇതും കൂടെ നിങ്ങൾ ഫോളോ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും 10 വയസ്സ് കുറഞ്ഞിരിക്കാം, നിങ്ങളുടെ പഴയ സൗന്ദര്യം വീണ്ടെടുക്കാം, പഴയ സ്കിന്ന് വീണ്ടെടുക്കാം. ഈ പറഞ്ഞ ഫുഡ് പാറ്റേണും കൂടി നമ്മൾ അതൊക്കെ ചെയ്യുക. എക്സർസൈസ് ചെയ്യുക, നല്ല രീതിയിൽ നല്ല ഫുഡ് കഴിക്കുക, റൈറ്റ് ഫുഡ്. അതാണ് നമ്മുടെ ആരോഗ്യം. ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നല്ല ആരോഗ്യം വരട്ടെ, സമ്പത്ത് വരട്ടെ, സന്തോഷം വരട്ടെ, സൗന്ദര്യം ഉണ്ടാകട്ടെ. പറയാൻ എനിക്ക് പറയാനുള്ളത്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സാറേ. ജസീല മാഡം. ഓക്കെ താങ്ക് യു ജസീല മാഡം. ജസീല മാഡം, താങ്ക് യു ജസീല മാഡം. ഇടയ്ക്ക് താങ്ക് യു പറഞ്ഞോ. മാഡം, വളരെയധികം നന്നായി. അപ്പൊ ഞാൻ എന്റെ ഫസ്റ്റ് ഇംപ്രഷൻ ആണ് അത് മാഡം ആദ്യമായിട്ട് കാണുന്നതാണ്. അത് മാഡം ബെസ്റ്റ് ഇംപ്രഷൻ ആക്കി തന്നതിൽ വളരെയധികം നന്ദി. താങ്ക് യു ഓൾ. താങ്ക് യു. എല്ലാവരെയും കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം ഒരുപാട്. അപ്പൊ നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം. വളരെ നല്ലൊരു ഇൻഫർമേഷൻ ആണ് ഇന്ന് നമുക്ക് പങ്കുവെക്കാനായിട്ട് സാധിച്ചത്. അപ്പൊ വളരെ ഹൃദയം നിറഞ്ഞ നന്ദി മേഘത്തിന് നേരുന്നു. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞങ്ങളോടൊപ്പം അഭ്യർത്ഥിക്കണേണ്. അതെ, ബുധനാഴ്ച ജോളി സാറ് പട്ടണം ബോയ്സിന് വിട്ടു തന്നിരിക്കുന്ന ദിവസമാണ്. പക്ഷെ അത് ഞങ്ങൾ സന്തോഷപൂർവ്വം ജസീല മാഡത്തിനായിട്ട് കൈമാറുന്നു. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു ഇന്ന് നമുക്ക് കിട്ടിയത്. ഹാർട്ടിന്റെ പരിപാലനം, അതേപോലെ തന്നെ HDL, LDL, കൊളസ്ട്രോളിനെ കുറിച്ചൊക്കെ ഇത്രയും ആധികാരികമായിട്ട് പറഞ്ഞിട്ടില്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം പറയാറുണ്ടെങ്കിലും ഇത്രയും ആധികാരികമായിട്ടും ഡിസ്ക്രൈബ് ചെയ്തും പറഞ്ഞത് ഇപ്പോൾ മാഡമാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ശ്രമിക്കാം. താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു. ജസീല മാം പാതി ഭാരം കുറഞ്ഞ് സുന്ദരിയായി, മോൾ ഡോക്ടറെ പോലെ ആയി. ഓക്കെ, നമ്മുടെ സിബി സാറ് പ്രോഗ്രാമിലുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് പ്രൊഡക്റ്റ്, നമ്മളാണ് കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു പ്രൊഡക്റ്റ് കൊണ്ട് ചെല്ലുമ്പോ ആദ്യം നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ടോ, നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടോ എന്നവരെ ആദ്യം പറയണം നമ്മളോട്. ഓക്കെ, താങ്ക് യു. നമ്മൾ സിബി സാറ് കംഫർട്ടബിൾ ആണെങ്കിൽ രണ്ടു വാക്ക് സംസാരിക്കാം. സിബി സാറ് നല്ല രീതിയിൽ വെൽനസ് പ്രോഡക്ട്സിനെ പറ്റി പഠിച്ചിട്ടുള്ള ആളും സപ്പോർട്ട് ചെയ്യുന്ന ആളുമാണ്, നല്ല പ്രൊമോട്ടർ ആണ്. സിബി സാർ ഉണ്ടോ, അവൈലബിൾ ആണോ, കംഫർട്ടബിൾ ആണോ? സാറേ കേൾക്കാമോ?
കേൾക്കാം. വെൽക്കം. ഓക്കെ, ഞാൻ ട്രാവലിംഗിലായിരുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ പ്രോഗ്രാമിൽ ജസീല മാഡം വന്നതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ. ജസീല മാഡത്തിന് ഇടയ്ക്ക് സ്റ്റാറ്റസിൽ സ്ലോ മോഷനിലൊക്കെ കടപ്പുറത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് ഇങ്ങനെ ഓടാൻ സാധിക്കുകയുള്ളൂ. ആരോഗ്യ സൗന്ദര്യമൊക്കെ ഉണ്ടെങ്കിലേ കടപ്പുറത്തൊക്കെ ഓടിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും മോദി കെയർ ഇൻഫർമേഷൻസിനോടൊപ്പം അതർ ഔട്ട് ഓഫ് ബോക്സ് ഇൻഫർമേഷനും നമുക്ക് കിട്ടിയെന്നുള്ളതാണ്. അത് വളരെ അപ്രീഷിയേറ്റബിൾ ആണ്. കാരണം നമ്മൾ മോദി കെയർ മാത്രമല്ല, ഹെൽത്ത് നന്നാക്കാനായിട്ട് നമുക്ക് ഹെൽത്തിനെ പറ്റി ശേഖരിക്കാവുന്ന കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമ്മൾ എടുക്കണം. അപ്പോൾ അതിനകത്ത് ഒലിവ് ഓയിലിനെ പറ്റിയും മറ്റു കാര്യങ്ങളെ പറ്റിയും വളരെ ആധികാരികമായിട്ടൊക്കെ തന്നെ നമുക്ക് കുറേ ഇൻഫർമേഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ സപ്ലിമെന്റ്സ് കൊടുക്കുമ്പോൾ ആൾക്കാർ പൊതുവെയുള്ള ധാരണ ഇത് മാത്രം കഴിച്ചാൽ മതി, എക്സസൈസ് ചെയ്യേണ്ട, ഇപ്പൊ ചെയ്തേക്കുന്നതിലൊന്നും മാറ്റം വരുത്തണ്ടെന്ന് ചിന്തിക്കുന്ന ഒരു ആൾക്കാരാണ്. അപ്പോൾ എക്സസൈസ് നിർബന്ധമാണ്, അതുപോലെ സപ്ലിമെന്റ്സ് എടുക്കണം. അപ്പോൾ തന്നെ നമുക്ക് മറ്റുള്ള ലോകത്ത് കിട്ടാവുന്ന ബെസ്റ്റ് അഡ്വൈസും അതുപോലെ പ്രൊഡക്റ്റുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ള നല്ലൊരു കോമ്പിനേഷൻ ഓഫ് ഇൻഫർമേഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 29 പേര് ആദ്യം ഉണ്ടായിരുന്നു, അത്രയും പേര് പോരാ. അടുത്ത ആഴ്ച നമുക്ക് ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്ത് ഒരു 50 പേർക്കെങ്കിലും പങ്കെടുക്കാവുന്ന രീതിയിലേക്ക് ഈ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ജസീല മാഡം വീണ്ടും വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തിരുവനന്തപുരം MLC-യിലേക്ക് ഞങ്ങൾ വരാൻ വീണ്ടും ഇപ്പൊ ഇങ്ങനെയൊക്കെ ഇടക്ക് പ്രോഗ്രാമിൽ വന്നു കഴിയുമ്പോഴാണ് ഞങ്ങൾക്കും അങ്ങോട്ടൊക്കെ തിരുവനന്തപുരത്തേക്ക് വന്ന് അവിടെ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ ജോളി സാറ് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്ത് വരാൻ, അതുപോലെ ഇടക്ക് എറണാകുളം മറന്നു പോകരുത്, ഇടക്ക് എറണാകുളത്തേക്കൊക്കെ ഒന്ന് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആരോഗ്യവും സൗന്ദര്യവും നേരുന്നു. ജസീല മാഡം, താങ്ക് യു അഗൈൻ. ഓക്കെ, താങ്ക് യു സിബി സാർ. നേരത്തെ പറഞ്ഞ പോലെ സിബി സാറും നാല് വെൽനസ് പ്രൊമോട്ട് ചെയ്യുന്ന ആള്, അതേപോലെ അതിനെപ്പറ്റി ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അപ്പൊ താങ്ക് യു. അപ്പോൾ പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ. അപ്പോൾ എല്ലാ നമ്മുടെ കൺസൾട്ടൻസിനെ അഭ്യർത്ഥന മാനിച്ച് ഇടക്ക് ടെക്നോളജിയുടെ സഹായത്തോടുകൂടി ജസീല മാഡത്തിന് നമുക്ക് പ്രതീക്ഷിക്കാം. വരുന്ന ബുധനാഴ്ചയും ഒരു ചെറിയ സെഷൻ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശരിക്കും നമ്മൾ ഒരു കാര്യം പറയുന്ന സമയത്ത് അത് നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്തിട്ടാണ് പറയുന്നതെങ്കിൽ അതിന്റെ ക്വാളിറ്റി, സ്വീകാര്യത വളരെ കൂടുതലായിരിക്കും. അപ്പൊ അക്കാര്യത്തിൽ ജസീല മാഡം നമുക്കൊരു റോൾ മോഡലാണ്. കാരണം നല്ല രീതിയിൽ വെൽനസ് ഉൽപ്പന്നം ഉപയോഗിക്കുകയും അതേമാതിരി തന്നെ ഭക്ഷണം ക്രമീകരിക്കുകയും എക്സസൈസ് ചെയ്യുകയും എല്ലാം ചെയ്ത് വലിയൊരു മാറ്റമാണ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ചില സിനിമയിലും സീരിയലുകളിലൊക്കെ മുഖം കാണിക്കാനൊക്കെ മാഡത്തിന് അവസരം ലഭിച്ചത് തീർച്ചയായിട്ടും ഈ സപ്ലിമെന്റ്സിന്റെ ഉപയോഗവും ഈ ഒരു നല്ല ഒരു റൂട്ടീൻ അല്ലെ, ആ ഒരു പ്രത്യേക രീതിയിലുള്ള ആ ജീവിത ക്രമം അല്ലെ, ആ ഒരു ലൈഫ് സ്റ്റൈലാണ്, അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തതിനാലാണ് ഇത്തരത്തിലൊക്കെ നേട്ടം കൈവരിക്കാൻ സാധിച്ചത്. അപ്പൊ കൂടുതൽ അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം മോദി കെയറിലും ഈ ഒരു സ്റ്റാർഡം നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ശ്രമിക്കുക. മാഡം മോദി കെയറിലെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ലെവലിലാണ് നിൽക്കുന്നത്. കമ്പനിയിൽ ഇപ്പോഴും ആ ഒരു ടൈറ്റിൽ തന്നെയാണ് ഉള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇവിടുന്ന് മാറിയ സമയത്തുണ്ടായിരുന്ന ചില തടസ്സങ്ങളാണ് ഉദ്ദേശിക്കുന്ന നെക്സ്റ്റ് ലെവലിലേക്ക് എത്താൻ സാധിച്ചത്. പക്ഷെ അത് ഇനിയും നമുക്ക് സമയം വൈകിട്ടില്ല. കാരണം ഇപ്പോഴാണ് ശരിക്കും ഏറ്റവും നല്ല സമയം. ഇപ്പോ നാളെ നമ്മുടെ MLC-യിൽ പുതിയ നോനി ഗോൾഡ് ഭസ്മം അതിന്റെ ലോഞ്ചിങ് ആണ്. അതേപോലെ കോഡിസെപ്സ് എന്ന് പറയുന്ന ഒരുപക്ഷെ ഇന്ത്യയില് വേറൊരു ഡയറക്ട് കമ്പനി ഇല്ലാത്ത കൂണി എന്നുള്ള ഒരു പ്രോഡക്റ്റ്, അതിനെപ്പറ്റി പറയുന്നത് 3 lakhs rupees ആണ് ഒരു കിലോയ്ക്ക് വരുന്നതെന്ന് പറയുന്നത്. അത്രയ്ക്ക് എക്സ്പെൻസീവ് ആണ്, കൂണാണ്. അതിൽ നിന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റ് മോദി കെയർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. 10 വർഷത്തെ പരീക്ഷണത്തിന് ശേഷമാണ് ഇത് വന്നിട്ടുള്ളത്. വളരെയധികം നമ്മളെ എനർജറ്റിക് ആക്കുന്ന, ലോങ് ലൈഫ് നൽകുന്ന, സ്റ്റാമിന കൂട്ടുന്ന ഒരു സൂപ്പർ പ്രോഡക്റ്റ് ആണ്. അപ്പൊ അതിന്റെ ലോഞ്ചിങ് പ്രോഗ്രാം നാളെ MLC-യിൽ നടക്കുന്നുണ്ട്. സാധിക്കുന്ന ആൾക്കാർക്ക് അതിൽ പങ്കെടുക്കുക. ഒരുപാട് മറ്റു പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. അപ്പൊ കമ്പനി ഓരോ ദിവസവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ന് റീസ്റ്റാർട്ട് ചെയ്താലും നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് എത്താനുള്ള ഒരുപാട് സൗകര്യങ്ങൾ കമ്പനി നമുക്ക് ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ ദിവസവും ഡെവലപ്പ് ആകുന്ന സാഹചര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ ഡയറക്ട് സെല്ലിങ്ങിന്റെ സമയം ഇപ്പോഴും ആയിട്ടില്ല. അത് ഇന്ത്യ ഒരു സ്ലീപ്പിംഗ് ജയന്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. മറ്റു രാജ്യങ്ങളിലെ ജനസംഖ്യയും അവിടെ നടക്കുന്ന ടേൺ ഓവറും വെച്ച് നോക്കുമ്പോൾ മോദി കെയർ അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ് ഇപ്പോഴും ഇന്ത്യയിൽ തുടങ്ങിയിട്ടില്ല, പിച്ച വെച്ച് തുടങ്ങിയിട്ടുള്ള. അപ്പൊ അത്രയ്ക്ക് വലിയ അവസരത്തിന് മുമ്പിലാണ് ആയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അത് അറിയാം. എന്തായാലും മാഡത്തെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം പ്രോഗ്രാം ക്ലോസ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ട്. വേറെ ആർക്കെങ്കിലും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ 1 minute സംസാരിക്കാൻ നമ്മുടെ ലീഡേഴ്സിന്, നമ്മുടെ പട്ടണം മറ്റു ലീഡേഴ്സ് ആരെങ്കിലും അവൈലബിൾ ആണെങ്കിൽ ഓരോ മിനിറ്റ് സംസാരിക്കാം. വെൽക്കം. വേറെ ആർക്കാണല്ലോ അവിടുന്ന്? നമ്മുടെ ലാസ്റ്റർ സാറ് പ്രോഗ്രാമിലുണ്ട്. അതേമാതിരി തന്നെ വേറെ ആരോ ട്രീസ മാഡം, മോളി മാഡം സംസാരിച്ചു. ജസീല മാഡം, ഗുഡ് മോർണിംഗ്. ഞാൻ
ഞാൻ 18 ദിവസമായിട്ട് പള്ളിയിലെ തിരക്കിലായിരുന്നു. ഞാൻ ഇച്ചിരി ഫീൽഡിൽ ഇന്ന് ഇറങ്ങി ഇച്ചിരി. അങ്ങനെ ഞാൻ റോട്ടിൽ നിക്കടെയാണ്. പിന്നെ ഇത്തിരി സ്വരം ഇത്തിരി പതറലായിട്ടുണ്ട്. ഇച്ചിരി റെസ്റ്റ് എടുക്കണം. പിന്നെ മാഡത്തിന്റെ ക്ലാസ് കേൾക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. മാഡം വളരെ അതീവ സുന്ദരിയായിരിക്കുന്നു. ഭയങ്കര ഇതാ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ മാഡത്തിനെ കണ്ടുമുട്ടിയതില്. മാഡം ഇനിയും വരിക. നല്ല വെൽ പ്രൊഡക്ട്സിനെ കുറിച്ച് ക്ലാസ്സുകൾ തരുന്നു. റൈസ് ബ്രാൻ ഓയില്, നെയ്യ്, വെളിച്ചെണ്ണ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യകതകൾ അടങ്ങിയിട്ടുള്ള ഘടകങ്ങള് ഇതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ലേ. ആളുകൾ കണ്ട് പഠിക്കട്ടെ, ഉപയോഗിക്കട്ടെ ധാരാളം. അപ്പൊ താങ്ക് യു മാഡം. ഓക്കെ, താങ്ക് യു ട്രിസ മാഡം. ട്രിസ മാഡം നമ്മൾ ശ്രീലങ്കയ്ക്ക് ക്വാളിഫൈഡ് ആയിക്കൊണ്ടിരിക്കുകയുണ്ട്. ഈ 2 മാസം കൂടി വിൻ ചെയ്ത ശ്രീലങ്ക മാഡം, സോറി ട്രീസ മാഡം ശ്രീലങ്കയ്ക്ക് പറക്കും. പ്രത്യേകത കോർഡേലിയ ഷിപ്പിലാണ് നമുക്ക് കമ്പനി ഇത്തവണ ഒരുക്കിയിട്ടുള്ളത്. ഞാനും ഉണ്ടാവും പ്രോഗ്രാമിൽ. അപ്പൊ അടുത്ത ട്രിപ്പിന് വേണ്ടി എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, വേറെ ആരാണ് സംസാരിക്കാൻ കംഫർട്ടബിൾ? ബിജു സാറ് കംഫർട്ടബിൾ ആണോ? ബിജു കഴിഞ്ഞ വർഷത്തെ തായ്ലൻഡ് അച്ചീവർ ആണ് അദ്ദേഹം. ലാസർ സാർ ആരാണ് കംഫർട്ടബിൾ? ഒരു 2 മിനിറ്റ് കൂടി ഉണ്ടോ സംസാരിക്കാം? ഹലോ, ഗുഡ് മോർണിംഗ് ജെസില മാഡം. ഇന്നത്തെ സെക്ഷൻ വളരെ നല്ലതായിരുന്നു. പ്രത്യേകിച്ച് നെയ്യിനെ പറ്റിയിട്ടൊക്കെ നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു അത്. കാരണം നെയ്യ് കഴിക്കുമ്പോഴത്തേക്കും എനിക്കും ഒരു ഇതുണ്ടായിരുന്നു, നെയ്യ് അങ്ങനെ കഴിക്കാമോ എന്നുള്ളത്. ഒമേഗ 3 ഉണ്ട്, നമുക്ക് നല്ലതാണെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നെയ്യ് കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കൂടില്ലേ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. പക്ഷെ അതിനൊരു നല്ലൊരു ആൻസറാണ് അത് കിട്ടിയത്. അപ്പോൾ നെയ്യ് ഞാൻ കഴിക്കുന്നുണ്ട്. ഞാനത് മാഡം പറഞ്ഞ പോലെ തന്നെ ഞാൻ പഴം കഴിക്കുമ്പോഴൊക്കെ അതിനകത്ത് പുരട്ടിയിട്ടൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പൊ അത് പൂർവാധികം ഭംഗിയായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പൊ മാഡത്തിന്റെ ഇന്നത്തെ ക്ലാസ് ഉപകാരപ്പെട്ടു. അപ്പോ കുട്ടികളൊക്കെ വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ സാറേ ഡെയിലി 1 സ്പൂൺ മസ്റ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുക. എങ്ങനെയെങ്കിലും കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അവർക്ക് 1 സ്പൂൺ നെയ്യ് കൊടുത്തിരിക്കണം. കുഞ്ഞുങ്ങളുള്ള വീടുകളാണെങ്കിൽ മാറ്റം വരുത്തരുത് എല്ലാവരും. ശരി മാഡം. അപ്പോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോ തീർച്ചയായിട്ടും അത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോ എന്തായാലും താങ്ക് യു. അപ്പൊ നല്ലൊരു സെക്ഷൻ ആയിരുന്നു. താങ്ക് യു മാഡം. താങ്ക് യു ഓൾ ലീഡേഴ്സ്. താങ്ക് യു. 1 മിനിറ്റ് കൂടി ഉണ്ട്. വേറെ ഒരു ലീഡർ കൂടി സംസാരിക്കാം. ആരാണ് കംഫർട്ടബിൾ? വെൽക്കം. ഗുഡ് മോർണിംഗ് മാം. മാഡത്തിന്റെ നാപ്പിൻ ഫ്രീഡം ആ ക്ലാസ് പവർഫുള്ളാണ്. മാഡത്തിനെ കണ്ടതിന് വളരെ സന്തോഷം. മാഡം കൂടെ ഉണ്ടാകണം, അത്രേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു മാം. ഓക്കെ, അപ്പോ 8:59 ആയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ജിസ്ല മാഡം. എന്റെ പേര് അരുണിസ. സൂപ്പറായിട്ടുണ്ട്. ഇപ്പൊ സുരേഖ വർമ്മയുടെ അനിയത്തിനെ പോലെ എനിക്ക് തോന്നി പെട്ടെന്ന്. നല്ല ഭംഗിയൊക്കെ ആയി, നല്ല ഭംഗിയൊക്കെ വെച്ചു. എന്തായാലും LDHും പിന്നെ അതേപോലെ തന്നെ HD കൊളസ്ട്രോളിനെ പറ്റി പറഞ്ഞത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് എനിക്കും കൂടുതലായിട്ട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതേപോലെ ഒമേഗ 3, 6, 9 അത് പറഞ്ഞതും. അപ്പൊ ഞാനും കുറച്ചൊക്കെ ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പൊ അതിൽ നിന്നെല്ലാം കുറച്ചൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് നമ്മുടെ ഫുഡ് സപ്ലിമെന്റ് തന്നെയാണ്, പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും നല്ലൊരു ഒരു സ്ഥാപനത്തിലാണ് നമ്മളിവിടെ, വലിയൊരു കമ്പനിയുടെ ഒരു ഇതിലാണ് നമ്മൾ വന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. അതിയായ സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിലേക്ക് ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ഓരോരോ ക്ലാസ് തരാൻ വരിക. ഓക്കെ ജിസ്ല മാഡം. ഓക്കെ, താങ്ക് യു നിഷ മാഡം. ഓക്കെ, അപ്പോ നമ്മൾ വരുന്ന മാസം 10-ാം തീയതി പ്ലാൻ ചെയ്തിട്ടുള്ള 1 ഡേ ക്യാമ്പിലേക്ക് എല്ലാവരും വിൻ ചെയ്യുക. അതേപോലെ മറ്റുള്ളവരെയും പങ്കെടുപ്പിക്കാനായിട്ട് ശ്രമിക്കുക. ജെസില മാഡത്തിന് എന്തായാലും ട്രിവാൻഡ്രത്ത് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾ ഒരു 1 ഡേ പ്രോഗ്രാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പാട്ടും പരിപാടികളും ട്രെയിനിങ്ങും ഊഞ്ഞാലാട്ടവും ബോട്ടിങ്ങും സീ ഫുഡൊക്കെ ഉണ്ട്. വരുന്ന മാസം 10-ാം തീയതി. എന്തെങ്കിലും ആവശ്യത്തിന് ഗാൻസാറിന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാം കേട്ടോ. നല്ലൊരു ഓക്കെ, ഗ്രേറ്റ്, വെൽക്കം. അപ്പോ മാഡത്തിന് എല്ലാവരുമായിട്ടൊന്നും കൂടിയൊക്കെ ഇടപെടാനും മാഡത്തിന്റെ എക്സ്പീരിയൻസ് നേരിട്ട് കേൾക്കാനും ഒക്കെ വളരെ നല്ലതായിരിക്കും. അപ്പൊ ഗാൻസാറുമായിട്ട് അത് കണക്ട് ചെയ്തിട്ട് എന്തൊരു വിസിറ്റ് ആയിട്ട് കൊച്ചിയിലേക്ക് പോകും കേട്ടോ. നമുക്കവിടെ നമ്മൾ സ്പെഷ്യൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് നമ്മുടെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ ആയിട്ടാണ് വരുന്നത്. മിക്സറും സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്ക്. അപ്പൊ പാട്ടൊക്കെ പാടാം.
അപ്പൊ അതായത് നമ്മുടെ മെഡിറ്റേഷൻ പ്രോഗ്രാം നമുക്ക് ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ അതിലൊക്കെ വരിക 6 മണിക്ക്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി നേരുന്നു. ജെസ്സി മേഡത്തിന് പ്രത്യേകം നന്ദി. അപ്പൊ എല്ലാവർക്കും ശുഭരാത്രി ഒരിക്കൽ കൂടി. താങ്ക് യു. ബൈ. ഗുഡ് മോർണിംഗ് എവരിവൺ. താങ്ക് യു. താങ്ക് യു മാഡം. താങ്ക് യു ജോളി സാർ. താങ്ക് യു മാഡം. താങ്ക് യു സാർ. താങ്ക് യു ഓൾ. Thank you. Thank you. Thank you, ma'am. Thank you, sir. താങ്ക് യു.